സിനിമാ നടിയായിട്ടുള്ള അനുപമ പരമേശ്വർ നടത്തിയ ഒരു ഇന്റർവ്യൂവിന് ശേഷം ധാരാളം ആളുകളാണ് ചോദിക്കുന്നത് നാർസിസം അല്ലെങ്കിൽ നാർസിസ്റ്റിനെ കുറിച്ച് ഇനിയും സംസാരിക്കാവോ. ആ എൻഡിങ് ക്ലോഷറിന് പോലും മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റാത്ത ഒരാളുമായിട്ട് ഞാൻ 2 വർഷം എങ്ങനെ ഇരുന്നു എന്നുള്ളത് വാട്ട് ഹാപ്പൻ ടു മീ. എന്നെ പോലെ പവർഫുൾ ആയിട്ടുള്ള ഒരാള് അത് തുറന്ന് പറഞ്ഞില്ലെങ്കിൽ, എനിക്ക് പറ്റിയൊരു മണ്ടത്തരത്തിനെ കുറിച്ച് ഞാൻ തുറന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാണ് പറയാ. ഞാനൊരു 2 വർഷം മുമ്പും 1 വർഷം മുമ്പും ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ധാരാളം ആളുകൾ അത് കണ്ടു. ഇപ്പോൾ അനുപമ പരമേശ്വരൻ്റെ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഒത്തിരി ആളുകളാണ് മെസ്സേജ് ചോദിക്കുന്നത്, എന്നോട് സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞ് ധാരാളം ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് എല്ലാവരെയും അഡ്രസ്സ് ചെയ്യാനായിട്ട് കഴിയില്ല. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു അകത്തോട്ട് ഇറങ്ങി വരുന്ന ഒരു വിപത്താണ് ഈ നാർസിസം എന്നുള്ളൊരു അവസ്ഥ. ഇപ്പം നിങ്ങളുടെ കൂടെ ഉള്ളത് ഒരു നാർസിസ്റ്റ് ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? അതോ നമ്മൾ തെറ്റായിട്ടാണോ ഇവരെ വിലയിരുത്തുന്നത്? ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു വാക്കായി മാറിയിരിക്കുകയാണ്, സൈക്കോളജിക്കൽ വാക്കായിട്ട് മാറിയിരിക്കുന്ന ഒരു കാര്യമാണ് നാർസിസിസ്റ്റ്. ഒരു ബന്ധം അവസാനിച്ചാൽ ഉടനെ തന്നെ പറയും അയാൾ നാർസിസ്റ്റ് ആയിരുന്നു. ഭർത്താവോ ഭാര്യയോ നമ്മുടെ അഭിപ്രായം അംഗീകരിച്ചില്ലെങ്കിൽ ഉടനെ തന്നെ പറയും അവൾ അല്ലെങ്കിൽ അവൻ നാർസിസ്റ്റാണ്. ഒരു വ്യക്തിക്ക് അല്പം ഈഗോ ഉണ്ടെങ്കിൽ സ്വന്തം കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു തെറ്റ് സമ്മതിക്കാൻ കുറച്ച് താമസിച്ചു കഴിഞ്ഞാൽ ഉടനെ ലേബൽ വരുന്നു നാർസിസ്റ്റാണ്. പ്രമുഖരായിട്ടുള്ള ചിലർ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച ഇമോഷണൽ അബ്യൂസിനെ കുറിച്ചും നാർസിസിസ്റ്റ് ബിഹേവിയറിനെ കുറിച്ചും തുറന്നു പറഞ്ഞതോടെയാണ് ഈ വിഷയം ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നതും ഇത്രയധികം കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതും. ഇത്തരം അനുഭവങ്ങൾ തുറന്നു പറയുന്നത് വളരെ നല്ലത് തന്നെയാണ്. കാരണം ഇമോഷണൽ അബ്യൂസ് പലപ്പോഴും പുറത്ത് പറയാൻ മടിക്കുന്ന ആളുകളാണ് നമ്മുടെ ഇടയിലുള്ളത്. ഇവിടെ മറ്റൊരു അപകടവും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. സൈക്കോളജി പഠിക്കാതെ ഒരു ചെറിയ റീല് കണ്ടിട്ട് സ്വന്തം പാർട്ട്ണറിനെയോ മാതാപിതാക്കളെയോ സഹോദരങ്ങളെയോ നാർസിസ്റ്റ് എന്ന് ഡയഗ്നോസ് ചെയ്യാൻ തുടങ്ങുന്നതിന് കുടുംബ ബന്ധത്തിനെ തകർക്കാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങൾ കാര്യമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് നമ്മൾ 3 കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കും. ഒന്ന്, നാർസിസ്റ്റ് ട്രെയ്റ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? രണ്ടാമത്, നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ NPD എന്ന് പറഞ്ഞാൽ എന്താണ്? മൂന്നാമത്, നാർസിസം ഉണ്ടോ ഇല്ലയോ എന്നതിനേക്കാൾ ബന്ധത്തിൽ അബ്യൂസ് ഉണ്ടോ എന്നത് എങ്ങനെ തിരിച്ചറിയാം? ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ആദ്യമേ ഞാൻ ഒരു കാര്യം വ്യക്തമാക്കട്ടെ. നാർസിസം എന്ന് പറയുന്നത് ഒത്തിരി ആളുകളിൽ ഉള്ള ഒരു പ്രശ്നം തന്നെയാണ്. ഓക്കെ, ഇപ്പൊ നാർസിസം ഉണ്ടെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ നാർസിസ്റ്റിക് ട്രെയ്റ്റ് ഉള്ള എല്ലാവർക്കും നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഇല്ല. ഇത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ എല്ലാവരും ചില സാഹചര്യങ്ങളിൽ നാർസിസ്റ്റിക് ട്രെയ്റ്റ് നമ്മുടെ ഉണ്ടാകും. നമ്മുടെ നേട്ടങ്ങളെക്കുറിച്ച് അഭിമാനം തോന്നാം, അപ്രിസിയേഷൻ നമ്മൾ ആഗ്രഹിക്കാം, വിമർശനം കേൾക്കുമ്പോൾ വിഷമിക്കാം, ചില സന്ദർഭങ്ങളിൽ സ്വന്തം ആവശ്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുകയും ചെയ്യും. ഇത് മാത്രം ഒരു മെന്റൽ ഡിസോർഡർ ആയിട്ട് കണക്കാക്കാൻ പാടില്ല. ഹെൽത്തി ആയിട്ടുള്ള സെൽഫ് കോൺഫിഡൻസ് നല്ലതാണ്, സെൽഫ് റെസ്പെക്ട് നല്ലതാണ്, അംബീഷൻ എന്നുള്ളത് നല്ലതാണ്. അത് നാർസിസം അല്ല. ക്ലിനിക്കലി നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നത് ദീർഘകാലമായി നിലനിൽക്കുന്ന പല സാഹചര്യങ്ങളിലും ആവർത്തിച്ചു വരുന്ന ഒരു പേഴ്സണാലിറ്റി പാറ്റേൺ ആണ് NPD എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പ്രധാന ഭാഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ള പറയാം. സ്വയം മറ്റുള്ളവരെക്കാൾ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് എപ്പോഴും തോന്നുക, അമിതമായി അഡ്മിറേഷൻ ആവശ്യപ്പെടുക, എപ്പോഴും പുകഴ്ത്തി പറയാനായിട്ട് പറയുക, പ്രത്യേകിച്ച് പരിഗണന തനിക്ക് ആവശ്യമാണെന്നുള്ള തോന്നൽ എപ്പോഴും ഉണ്ടാകുക, മറ്റുള്ളവരെ സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുക, മറ്റുള്ളവരുടെ വികാരങ്ങളും ആവശ്യങ്ങളും മനസ്സിലാക്കാതെ അല്ലെങ്കിൽ പരിഗണിക്കാതെ പറ്റാതെ വരിക, ഇതും ഒരു ട്രെയ്റ്റ് ആണ്. ഇതെല്ലാം ഒരു ദിവസം കണ്ടെന്ന് പറഞ്ഞ് ഒരിക്കലും അവരെ നാർസിസ്റ്റ് എന്ന് വിളിക്കാനായിട്ട് പാടില്ല. ഒരു വഴക്കുണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ ഈ പറഞ്ഞ പല കാര്യങ്ങളും ചിലപ്പോൾ ഉണ്ടാവാം. പക്ഷെ ഇത് വർഷങ്ങളായിട്ട് തുടരുന്നു. പലപ്പോഴും ഇതിങ്ങനെ ഉണ്ടാവുന്നുണ്ട്. ജീവിതത്തിനെ ബാധിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് വരികയാണെങ്കിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. For people who don't know about narcissistic abuse, imagine having Onion in your life. Like one day he's Remo. Next day you see Onion. The same cycle goes on and on and on and on. ഇത് മനസ്സിലാക്കാനായിട്ട് DSM 5TR ഡയഗ്നോസ്റ്റിക് ഫ്രെയിംവർക്ക് എന്നൊരു സാധനമുണ്ട്. ഇതിൽ 9 പ്രധാന ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. അതിൽ കുറഞ്ഞത് 5 എണ്ണമെങ്കിലും ക്ലിനിക്കൽ അസസ്മെന്റിൽ കണ്ടെത്തിയവരെയാണ് നമ്മൾ നാർസിസ്റ്റ് എന്ന് വിളിക്കുന്നത്. എന്നാൽ 5 എണ്ണം ടിക്ക് ചെയ്തതിനു ശേഷം നാർസിസ്റ്റ് എന്ന് നമുക്ക് വിളിക്കാനായിട്ടും കഴിയില്ല. അപ്പൊ അത് ശരിക്കും ഒരു ക്ലിനിക്കൽ ജഡ്ജ്മെന്റ് ആണ് വേണ്ടത്. അപ്പൊ അതിന്റെ കോണ്ടെക്സ്റ്റ്, ഇന്റൻസിറ്റി, ഡ്യൂറേഷൻ, മറ്റു ഹെൽത്ത് കണ്ടീഷൻ, വേറെ എന്തെങ്കിലും മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടോ, അതുപോലെ റിലേഷൻഷിപ്പിന്റെ ഡൈനാമിക്സ്, ഇതെല്ലാം നോക്കിയിട്ടാണ് ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലാണ് ഇത് ഡയഗ്നോസിസ് നടത്താവും. ഇതൊരു പ്രാക്ടിക്കൽ ചെക്ക് ലിസ്റ്റ് അല്ല. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ധാരാളം ആളുകൾ ചോദിച്ചതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആവർത്തിച്ച് ഈ അൺഹെൽത്തി പാറ്റേൺ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളത് കാര്യമായിട്ട് എടുക്കാവൂ. ഇപ്പൊ നാർസിസ്റ്റിക് പാറ്റേൺ സംശയിക്കാൻ സഹായിക്കുന്ന ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഗ്രാൻഡ്യോസിറ്റിയാണ്. ഗ്രാൻഡ്യോസിറ്റി എന്ന് പറഞ്ഞാൽ ആ വ്യക്തി സ്ഥിരമായിട്ട് മറ്റുള്ളവരെക്കാളും താൻ സുപ്പീരിയർ ആണെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. സ്വന്തം കഴിവുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, സ്വന്തം അച്ചീവ്മെന്റ് അമിതമായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മറ്റുള്ളവരുടെ നേട്ടങ്ങളെ എപ്പോഴും ചെറുതാക്കി കാണുന്നുണ്ടെങ്കിൽ അതൊരു സൂചനയാണ്. രണ്ടാമത് കോൺസ്റ്റന്റ് അഡ്മിറേഷൻ. തുടർച്ചയായിട്ട് നമുക്ക് ഒരു പ്രൈസിങ് കിട്ടാൻ വേണ്ടി
അല്ലെങ്കിൽ പ്രൈസിങ് കിട്ടിയില്ലെങ്കിൽ അസ്വസ്ഥനാവുകയാണ്. അതായത് മറ്റുള്ളവരുടെ ഒരു വിജയം ഉണ്ടാവുന്ന സമയത്ത് അസ്വസ്ഥനാവുകയാണ്. അവർക്കുള്ള അറ്റൻഷൻ കിട്ടുന്ന സമയത്ത് അസ്വസ്ഥനാവുന്നുണ്ടെങ്കിൽ, അതിനെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതും ഒരു ട്രൈറ്റ് ആണ്. ശ്രദ്ധിക്കുക. മൂന്നാമത്തത് എൻടൈറ്റിൽമെന്റ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേക പരിഗണന എപ്പോഴും ലഭിക്കണമെന്നുള്ള ചിന്ത, എന്നോട് ആരും ചോദ്യം ചോദിക്കരുത് എന്നൊരു സമീപനം സ്ഥിരമായി കാണിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. എല്ലാവരും അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാറണം, ഞാൻ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യില്ല, മറ്റുള്ളവരാരും കോംപ്രമൈസ് ചെയ്യേണ്ടെന്നുള്ള ചിന്ത. നാലാമതായിട്ട് ലാക്ക് ഓഫ് എമ്പതി. അതായത് നിങ്ങൾക്ക് വേദന ഉണ്ടാവുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ വേദന പങ്കുവയ്ക്കുന്ന സമയത്ത് അതിനെ മനസ്സിലാക്കാനായിട്ട് ഒട്ടും ശ്രമിക്കുന്നില്ല. അതോ നിങ്ങളുടെ വികാരത്തെ എപ്പോഴും ചെറുതായിട്ട് കാണുക, സംഭാഷണം വേറെ രീതിയിലേക്ക് തിരിച്ചുവിടുക, ഇങ്ങനെയാണെങ്കിലും ശ്രദ്ധിക്കണം. ആ സമയത്ത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആള് നമ്മളെ ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മീഡിയയുടെ മുന്നിലിരുന്ന് വളരെ ഹാപ്പി പോസിറ്റീവായിട്ട് ചിരിച്ച് സംസാരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക്. അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോയിറ്റേഷൻ ആണ്. അതായത് നിങ്ങളുടെ സമയം, പണം, അതുപോലെ നിങ്ങളുടെ ബന്ധങ്ങൾ, കഴിവുകൾ, ഇമോഷണൽ സപ്പോർട്ട് ഇവ തുടർച്ചയായിട്ട് അവരുടെ ബെനിഫിറ്റിന് വേണ്ടി ഉപയോഗിക്കുക, ഒന്നും തിരിച്ചു നൽകാതിരിക്കുക. ആറാമതായിട്ട് ക്രിറ്റിസിസം സഹിക്കാനാവാൻ പറ്റാത്തൊരവസ്ഥ. ഒരു ചെറിയ ഫീഡ്ബാക്ക് നൽകിയാൽ പോലും അമിതമായ ദേഷ്യം ഉണ്ടാകുക, അപമാനിക്കുക, പ്രതികാരം ചെയ്യുക, ഇതെല്ലാം സ്ഥിരമായിട്ടുണ്ടാകുന്നെങ്കിലും ശ്രദ്ധിക്കണം. ഏഴാമതായിട്ട് അക്കൗണ്ടബിലിറ്റി ഇല്ലായ്മ. അതായത് തെറ്റ് സംഭവിക്കുമ്പോൾ ജെനുവൻലി ഉത്തരവാദിത്തം ഏറ്റെടുക്കാത്തൊരവസ്ഥ. അതായത് എല്ലായ്പ്പോഴും മറ്റൊരാളാണ് തെറ്റുകാരനെന്ന് പറയുക, സ്വന്തമായിട്ട് തെറ്റ് പറയില്ല. ക്ഷമ ചോദിച്ചാലും ബിഹേവിയർ വീണ്ടും മാറുന്നില്ല, വീണ്ടും അതേപോലെ ചെയ്യുന്നു. എട്ടാമതായിട്ട് ഗ്യാസ് ലൈറ്റിംഗ് ആണ്. അതായത് നടന്ന കാര്യങ്ങൾ നടന്നിട്ടില്ലെന്ന് നിരന്തരം നിഷേധിക്കുന്നു. നിനക്ക് ഓർമ്മക്കുറവാണ്, നീ ഓവർ റിയാക്ട് ചെയ്യുന്നു, നിനക്ക് മെന്റൽ പ്രോബ്ലം ആണ് എന്നൊക്കെ പറഞ്ഞ് സ്വന്തം ഓർമ്മയും ജഡ്ജ്മെന്റിനെയും സംശയിപ്പിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തിക്കുക. ഒരു പ്രാവശ്യം മാത്രം ഇങ്ങനെ ഉണ്ടായാൽ അതിനെ നമ്മൾ ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയരുത്. വീണ്ടും വീണ്ടും ഇത്തരത്തിൽ നമ്മൾ പതുക്കെ കാര്യങ്ങൾ മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കണം. അതൊരു പ്രധാന റെഡ് ഫ്ലാഗ് ആണ്. ആവർത്തിച്ച് നടത്തുന്ന മാനിപ്പുലേഷൻ ആണ് പ്രധാന റെഡ് ഫ്ലാഗ് നാർസിസ്റ്റിന്റെ. ഒമ്പതാമത് ഐഡിയലൈസ് ഡീവാല്യൂ പാറ്റേൺ എന്നുള്ളതാണ്. അതായത് ആദ്യം നിങ്ങളെ അസാധാരണമായിട്ട് പുകഴ്ത്തും. അതായത് നീയാണ് എൻ്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള വ്യക്തി, നിന്നെപ്പോലെ ആരുമില്ല എന്ന് വളരെ വലുതായിട്ട് പറഞ്ഞ് അവരെ വളരെ വലുതായിട്ട് സ്നേഹിക്കുന്ന പോലെയൊക്കെ കാണിക്കും. എല്ലാം ഇന്റൻസ് റൊമാൻസ് ആയിരിക്കും, ഒരു ലവ് ബോംബിംഗ് ഒക്കെ ആയിരിക്കും. പക്ഷെ അമിതമായ അഫെക്ഷൻ ഉപയോഗിച്ച് വേഗത്തിൽ കൺട്രോൾ നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഈ പറഞ്ഞ ബാക്കിയുള്ള ഫീച്ചേഴ്സിലോട്ട് വരും. ഇനി പത്താമത്തെ ഒരു ഫീച്ചർ, പബ്ലിക് ഇമേജ് വേഴ്സസ് പ്രൈവറ്റ് ബിഹേവിയർ. അതായത് പുറത്ത് വളരെ ചാമിങ് ആയിരിക്കും, വളരെ സഹായിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും, റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. വീട്ടിൻ്റെ അകത്ത് മാത്രമാണ് ഇതുപോലുള്ള കൺട്രോളും ഇതുപോലുള്ള മോശം സ്വഭാവങ്ങൾ. 11ാമത് ഐസൊലേഷൻ ആൻഡ് കൺട്രോൾ. അതായത് സുഹൃത്തുക്കളിൽ നിന്നും കുടുംബത്തിൽ നിന്നും നിങ്ങളെ അകറ്റാനായിട്ട് ശ്രമിക്കുന്നു. അത് നിങ്ങളോട് അടുത്ത് മാത്രം സംസാരിക്കാനായിട്ട് സമ്മതിക്കുന്നു. നിങ്ങളുടെ ഫോണ്, വസ്ത്രം, യാത്ര, പണം, ജോലി, സോഷ്യൽ മീഡിയ, അങ്ങനെ എല്ലാ കാര്യത്തിലും നിയന്ത്രണം ചെയ്യുകയാണ്. 12ാമത് റിപ്പീറ്റഡ് പാറ്റേൺ. ഇതൊരു ഐസൊലേറ്റഡ് ഈവന്റ് അല്ല. വീണ്ടും വീണ്ടും മാസങ്ങളോളം വർഷങ്ങളോളം വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുമ്പോൾ അതൊരു സൈക്കിളായിട്ട് മാറും. അതാണ് ശരിക്കും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം. There is 2 years of pain, physical, emotional, destruction behind that one post. ഇത് വീണ്ടും വീണ്ടും ഉണ്ടാവുന്നുണ്ട്. അതുപോലെ 5ൽ കൂടുതൽ ലക്ഷണങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമുക്ക് നാർസിസ്റ്റ് ആണെന്ന് ചിന്തിക്കാം. ഓക്കെ, നമുക്ക് റൂൾ ഔട്ട് ചെയ്യാനും പഠിക്കണം. അതായത് നാർസിസ്റ്റ് അല്ല എന്ന് പറയാനും കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഇപ്പൊ റൂൾ ഔട്ട് ചെക്ക് ലിസ്റ്റ് പല ആളുകളും പറയാറില്ല. ഒന്നാമത് അത് ബിഹേവിയർ സ്ഥിരമാണോ അതോ സാഹചര്യം കാരണമാണോ എന്ന് ചിന്തിക്കുക. അടുത്തിടെ ഉണ്ടായ ഒരു വലിയൊരു സ്ട്രെസ് കാരണമാണോ, അതുപോലെ ജോലി പോയത് കൊണ്ടോ, അതുപോലെ ഉറക്കക്കുറവൊക്കെ കൊണ്ടാണോ അങ്ങനെ പെരുമാറിയെന്ന് നോക്കുക. ചിലപ്പോൾ അതായിരിക്കും. രണ്ടാമതായിട്ട് എല്ലാ ബന്ധങ്ങളിലും ഇതേ പാറ്റേൺ ഉണ്ടോ നോക്കുക. പാർട്ട്ണറോട് മാത്രം ആണോ കോൺഫ്ലിക്റ്റ്, അതോ ജോലിയിലും സൗഹൃദത്തിന് സമയത്തും കുടുംബത്തിനും ഇതുപോലെ ചില സാഹചര്യങ്ങൾക്കനുസരിച്ച് എക്സ്പ്ലോയിറ്റേഷൻ, ലാക്ക് ഓഫ് എമ്പതി എന്നൊക്കെ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. മൂന്നാമതായിട്ട് ജെന്യൂൻ അക്കൗണ്ടബിലിറ്റി ഉണ്ടോ നോക്കുക. അതായത് ശാന്തമായ ശേഷം ആ വ്യക്തിക്ക് തെറ്റ് തിരിച്ചറിയാനും വ്യക്തമായ ക്ഷമ ചോദിക്കാനും ബിഹേവിയർ മാറ്റാനും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം നോർമലാണ്. സോറി എന്ന് പറയുകയും നീയാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത് എന്ന് പറയുന്നത് ജെന്യൂൻ ആയിട്ടുള്ള അക്കൗണ്ടബിലിറ്റി അല്ല. ജെന്യൂൻ അപ്പോളജിയിൽ എക്സ്ക്യൂസ് ഇല്ല, ചേഞ്ച് ആണുള്ളത്. നാലാമതായിട്ട് ആ വ്യക്തിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലൂടെയാണോ പോകുന്നത് നോക്കുക. ഡിപ്രഷൻ ഉണ്ടാവുന്നുണ്ടോ, ബേൺ ഔട്ട് ഉണ്ടോ, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ടോ, അതുപോലെ ആൻസൈറ്റി പ്രോബ്ലം ഉണ്ടോ, ഉറക്കക്കുറവുണ്ടോ, ഇത്തരം കാര്യങ്ങളൂടെ നോക്കിയിട്ട് വേണം ആ ഒരു ഡിസിഷനിലോട്ട് എത്താനായിട്ട്. ചിലപ്പം ഇത് പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരിക്കും. ചില ആളുകൾ അങ്ങനെ ഉണ്ട്. അഞ്ചാമതായിട്ട് എന്തെങ്കിലും സൈക്യാട്രിക് പ്രോബ്ലം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ചില ആളുകൾക്ക് സൈക്യാട്രിക് പ്രോബ്ലംസ് കാരണം ഉണ്ടാവാം. അതിന് നമ്മൾ ബൈപോളാർ മാനിയ, അതുപോലെ ഹൈപ്പോമാനിയ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അവിടെ ഗ്രാൻഡ്യോസിറ്റിയും അമിതമായിട്ടുള്ള കോൺഫിഡൻസും ഇറിറ്റബിലിറ്റിയും ഒക്കെ ഉണ്ടാകാറുണ്ട്. അത് വളരെ റെയർ ആയിട്ടുള്ളൊരു കോസാണ്.
ഇത്തരം കാര്യങ്ങളോടെ നോക്കിയിട്ട് വേണം നമ്മൾ ഒരു NPD പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്ന് പറയാനായിട്ട് കഴിയും. പ്രധാനമായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് ഇത് കാണിക്കുന്നുണ്ട്. ചിലപ്പം ഏതെങ്കിലും മരുന്ന്, ആൽക്കഹോൾ ഉപയോഗിക്കുന്നുണ്ട്, ചിലപ്പോൾ ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ടൊക്കെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഒഴിവാക്കിയാൽ തന്നെ ആ വ്യക്തി ചിലപ്പോൾ നോർമലാവും. പിന്നെ ഈ സബ്സ്റ്റൻസും കഞ്ചാവ് പോലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന വ്യക്തികൾക്കും ഈ ഒരു പ്രശ്നം കാണാം. അപ്പോൾ അതും കൂടെ നമ്മൾ നോക്കിയിട്ട് വേണം NPD പേഴ്സണാലിറ്റി ഡിസോർഡർ ആണോ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുള്ളൂ. ഇനി മ്യൂച്വൽ കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ പ്രോബ്ലം കാണും. അതായത് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നില്ല, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്ന വ്യക്തികളാണ്. അങ്ങനെയാണെങ്കിലും ഇവിടെ ഒരു കോമൺ ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അൺഹെൽത്തി റിലേഷൻഷിപ്പിൽ ഒരാൾ നാർസിസ്റ്റ് ആയിരിക്കണമെന്ന് നിർബന്ധമായിട്ട് പറയാനായിട്ട് കഴിയില്ല. 9ാമത്, ചില ബൗണ്ടറിയൊക്കെ ചിലപ്പം ഹസ്ബൻഡും അതുപോലെ തന്നെ വൈഫും ഒക്കെ സെറ്റ് ചെയ്യാറുണ്ട്. അതായത് ഇന്ന വ്യക്തിയോട് സംസാരിക്കരുത്, ചിലപ്പോൾ ജലസി ആയിരിക്കാം. അതുപോലെ തന്നെ ചിലപ്പം ഡ്രസ്സ് ചിലപ്പം ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഹസ്ബൻഡ് പറയാം ആ ഡ്രസ്സ് ഒന്ന് കയറ്റിയിടാൻ. അത് ശരിക്കും ഡ്രസ്സ് അഡ്ജസ്റ്റ്മെന്റോ ഡ്രസ്സിന്റെ കൺട്രോളോ അല്ല, അത് സ്നേഹം കൊണ്ട് പറയുന്നതാണെന്ന് മനസ്സിലാക്കണം, അല്ലെ? അങ്ങനെയും ചിലപ്പോൾ സംഭവിക്കാം. അപ്പൊ ഇതെല്ലാം നമ്മൾ നോക്കിയതിന് ശേഷം വേണം നമ്മൾ ഒരു നാർസിസ്റ്റ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കാം. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇടയ്ക്ക് നടന്നൊരു സംഭവമാണ്. ഒരു ഹസ്ബൻഡും വൈഫും തമ്മിൽ വഴക്കൊടുന്നു. അതിനുശേഷം ഹസ്ബൻഡ് പോയി കിടന്നു ഉറങ്ങുന്നു. ഹസ്ബൻഡ് ഒരു ഇൻട്രോവേർട്ടാണ്, അധികം സംസാരിക്കാത്തൊരു വ്യക്തിയാണ്, മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു പരിപാടി. പക്ഷേ വൈഫ് പറയുന്നു ഇവൻ നാർസിസ്റ്റ് ആണെന്ന് പറഞ്ഞ് നാർസിസ്റ്റിന്റെ വീഡിയോ എടുത്ത് 10-20 പ്രാവശ്യം ചെവിയുടെ അടുത്ത് വെച്ച് കേൾപ്പിക്കുക. വീണ്ടും വീണ്ടും അതേ വീഡിയോ റീപ്ലേ ചെയ്യുക. ഇത് ശരിക്കും ഇതാരാണ് നാർസിസ്റ്റ് നമ്മൾ വീണ്ടും ചിന്തിക്കേണ്ടതുണ്ട്, അല്ലേ? ആ ഹസ്ബൻഡ് വളരെ വിഷമത്തോടെയാണ് എനിക്ക് മെസ്സേജ് അയച്ചത്. ഇതുപോലെ പല സംഭവങ്ങളും ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മെസ്സേജുകൾ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എനിക്കൊരു 20ഓളം മെസ്സേജ് കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കകത്ത് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഈ നാർസിസം എന്ന് പറയുന്നത് നമ്മൾ വളരെ സാവധാനത്തോടു കൂടി ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം എഴുതി വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാൻ നോക്കാം. നീ നാർസിസ്റ്റ് ആണെന്ന് പറയുന്നതിന് തെറ്റാണ്, അങ്ങനെ പറയാൻ പാടില്ല. അത് ശരിക്കും ഒരാളെ കുറ്റപ്പെടുത്തുന്ന പോലെയാണ്. ആദ്യം കൺഫേം ചെയ്യുക. കൺഫേം ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് പറയുന്നതോട് കുഴപ്പമില്ല. കൺഫേം ചെയ്യാതെ അച്ഛനെയോ അമ്മയോ നാർസിസ്റ്റ് എന്ന് വിളിക്കുക, അതുപോലെ മക്കളെ നാർസിസ്റ്റായിട്ട് വിളിക്കുക, അതുപോലെ ചിലപ്പോൾ ഹസ്ബൻഡിനെയോ പാർട്ട്ണറിനെയോ നമ്മളെ നാർസിസ്റ്റായിട്ട് വിളിക്കുന്നതൊക്കെ വളരെ ക്രൂരമായ ഒരു പ്രവർത്തനമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും ഒരു വ്യക്തിയെ നമ്മൾ ഡിമോളിഷ് ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അവന്റെ ഒരു പ്രതിഷ്ഠായ തകർക്കുന്നതിന് മുമ്പ്, നാർസിസ്റ്റ് ആണെന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. പക്ഷെ നാർസിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ആണെന്ന് കൺഫേം ആയി കഴിഞ്ഞാൽ നമ്മൾ ആ വ്യക്തിയിൽ നിന്ന് മാറി താമസിക്കുന്നതിനാണ് ഏറ്റവും നല്ലത്. കാരണം ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതം എപ്പോഴും വിഷമം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ അവർ നിങ്ങളെ പല രീതിയിലും പ്രകോപിപ്പിക്കും. അതായത് ഇതുപോലുള്ള ചെവിയിൽ ഇങ്ങനെ ഈ നാർസിസ്റ്റിന്റെ വീഡിയോ ഇങ്ങനെ പലവട്ടം കേൾപ്പിച്ച് നിങ്ങളെ പ്രകോപിപ്പിക്കാം. അതുപോലെ പല രീതിയിലും പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. കാരണം പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നത്തിലോട്ട് മാറും. അതുപോലെ തന്നെ ഒരു ബൗണ്ടറി എപ്പോഴും സെറ്റ് ചെയ്യണം. അതായത് നമ്മുടെ ചില പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അവർ കടക്കാതിരിക്കാൻ വേണ്ടി എപ്പോഴും ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫിസിക്കൽ വയലൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഫോഴ്സ്ഡ് ആയിട്ടുള്ള സെക്സ് ഉണ്ട്, ഉപദ്രവിക്കുന്ന രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ബന്ധത്തിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തേക്ക് മാറുക. നമ്മൾ മാറി താമസിച്ചാലും കുഴപ്പമില്ല. ഇത്തരം കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. നാർസിസ്റ്റിനെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ എനിക്ക് മണിക്കൂറോളം കുറിച്ച് സംസാരിക്കാൻ പറ്റും. പക്ഷെ ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിച്ചത് ഇതിനൊരു മറ്റൊരു വിഷമാണ്. അതായത് നമ്മൾ നാർസിസ്റ്റ് ആണെന്ന് ഒരാളെ വെറുതെ പറയുന്ന ഒരു സ്ഥിതിയിലോട്ട് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് NPD ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തണം. ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ പഠിക്കണം. കാരണം ഒരാളെ വെറുതെ നാർസിസ്റ്റ് എന്ന് പറഞ്ഞ് ആ കുടുംബബന്ധത്തിനെ തകർക്കുന്ന ഒരു ബന്ധത്തിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള പലതും ഉണ്ട്. നിരന്തരം അങ്ങനെ അവരെ നാർസിസ്റ്റ് വിളിച്ച് അവരെ വിഷമിപ്പിക്കുന്ന രീതിയിലോട്ടാണ് ഇപ്പോഴത്തെ സാഹചര്യം പോകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ NPD പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചെറിയ ഡിസഗ്രിമെന്റ് വരുന്ന സമയത്തും അതുപോലെ ചെറിയ വഴക്കുകൾ ഉണ്ടാകുന്ന സമയത്തും ചിലപ്പോൾ കുറ്റപ്പെടുത്തലൊക്കെ ഉണ്ടാവാം, ചിലപ്പോൾ വഴക്കുകളൊക്കെ ഉണ്ടാവും. അതെല്ലാം നാർസിസമായിട്ട് പറയരുത്, ഓക്കെ? പക്ഷെ അതേ സമയത്ത് ഇത് നമ്മുടെ സമൂഹത്തിൽ ധാരാളമുള്ള ഒരു പ്രശ്നമാണ്. അങ്ങനെ NPD ഡിസോർഡർ ഉണ്ടോ എന്നുള്ളത് കറക്റ്റായിട്ട് കണ്ടെത്തണം. സ്ഥിരമായിട്ടുള്ള പാറ്റേൺ ആണോ അതോ 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ ഉണ്ടായതാണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ തീരുമാനിക്കുക. കാരണം ദേഷ്യത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിന്റെ പുറത്തോ ഒക്കെ അങ്ങനെ സംഭവിക്കാം. പക്ഷെ അത് എപ്പോഴും ആവുന്നുണ്ടെങ്കിൽ എങ്കിൽ മാത്രമേ നമുക്കത് NPD ആയിട്ട് കണക്കാൻ പറ്റൂ. ഇപ്പോൾ അനുപമ പറഞ്ഞ ഏകദേശം 2 വർഷത്തോളം അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെ പോയി വീണ്ടും അതേ പ്രോബ്ലംസ് ഉണ്ടായി, ക്രിറ്റിസിസം സ്വീകരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി, അതുപോലെ ഗ്യാസ് ലൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് ധാരാളം ഡീറ്റെയിൽസ് ആയിട്ട് അവർ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട് പാർട്ട്ണർ ഒരു നാർസിസ്റ്റ് അല്ലെങ്കിൽ NPD ഉണ്ടെന്ന് മനസ്സിലായാൽ മാറി താമസിക്കുക. അതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ വ്യക്തികളും കുറച്ച് സെൽഫിഷാണ്, പക്ഷെ എല്ലാ വ്യക്തികളും നാർസിസ്റ്റ് അല്ല. NPD ഉള്ള എല്ലാ വ്യക്തിയും ഫിസിക്കൽ അബ്യൂസർ ആവണമെന്നും നിർബന്ധമില്ല. മെന്റൽ ഇൽനെസ് കാരണവും നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടാവും. അപ്പൊ ഡയഗ്നോസിസ് ചെയ്യാനായിട്ട് നമുക്ക് വളരെ സമാധാനത്തോടുകൂടി കാര്യങ്ങൾ നോക്കിയാൽ മാത്രമേ ആരാണ് നാർസിസ്റ്റ് എന്ന് തിരിച്ചറിയാനായിട്ട് കഴിയുള്ളൂ. കാരണം വളരെ പാടാണ് അത് തിരിച്ചറിയാനായിട്ട്.
അപ്പോൾ ഈ ഒരു വീഡിയോ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഉറപ്പായിട്ടും ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാം. ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. പ്രധാനമായിട്ടും ഞാനിന്ന് ഉദ്ദേശിച്ചത് എങ്ങനെ ഒരു നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ആളെ വ്യക്തമായി തിരിച്ചറിയാമെന്നുള്ളതാണ്. അപ്പോൾ ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ.